1997 ഓഗസ്റ്റ് മാസം 3-ാം തീയതി പ്രസിദ്ധീകരിച്ച കേസരി വാരികയാണ് എൻ്റെ കയ്യിലുള്ളത്. ഖുർആൻ അതിക്രമത്തിന് പ്രേരിപ്പിക്കുകയോ എന്നുള്ള ഒരു പ്രതികരണത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന റഹ്മാൻ മധുരക്കുഴിയുടെ ഒരു പ്രതികരണമുണ്ട്. ഞാൻ റഹ്മാൻ മാഷെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രതികരണ രാജാവ് എന്നാണ്. മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ, വിശേഷിച്ച് മാധ്യമം, പ്രബോധനം, സിറാജ്, ചന്ദ്രിക, സുപ്രഭാതം പോലുള്ള പത്രങ്ങളും അതേപോലെ തന്നെ മനോരമ, മാതൃഭൂമി പോലുള്ള പത്രങ്ങളിലൊക്കെ തന്നെയും ഏത് വിഷയം വന്നാലും ആ വിഷയത്തോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം വെച്ച് പുലർത്തുന്ന റഹ്മാൻ മധുരക്കുഴി എന്ന റഹ്മാൻ മാഷ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. റഹ്മാൻ മാഷെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ മാഷടുത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രതികരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ രീതി എങ്ങനെയാണ് മാഷിലേക്ക് വന്നെത്തിയത്? ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പത്രങ്ങൾ, വീക്കിലികളൊക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധേയമായി തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കുറിച്ചു വെക്കും. അപ്പം ഇങ്ങനെ പത്രങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കുറിപ്പ് എഴുതാമെന്നുള്ള താല്പര്യം ഉണ്ടായപ്പോൾ പത്രങ്ങൾ എഴുതാൻ തുടങ്ങി. പ്രബോധനത്തിലും തോന്നുന്നുണ്ട് ആദ്യമായിട്ട് വന്ന എൻ്റെ ഒരു കത്ത്. പിന്നെ ചന്തയിൽ ഒരുപാട് വന്നു. അതിനുശേഷം ഈ ലീഗ് ഭിന്നിച്ചപ്പോൾ ലീഗ് ടൈംസ് എന്ന ഒരു പത്രം വന്നിരുന്നു. അതിലേക്ക് എഴുതി. ഇങ്ങനെ ആദ്യമായിട്ട് എഴുതിയ സാഹചര്യം ഓർക്കുന്നുണ്ടോ? ആദ്യമായി എഴുതിയത് എനിക്ക് ഓർമ്മയിലുള്ളത്, ഞാൻ മൊക്കത്ത് TTCക്ക് പഠിക്കുമ്പോൾ സുന്നി വോയിസ് ഒരു വീക്കിലി ഉണ്ട്, അതിലേക്ക് ഒരു ലേഖനം വായിച്ചു തന്നു. അത് അവർ പ്രസിദ്ധീകരിച്ചു വന്നു. അത് ലേഖനമായിരുന്നോ പ്രതികരണമായിരുന്നു? ഒരു ലേഖനമായിട്ട് വന്നിരുന്നത്. പ്രതികരണത്തിലേക്ക് എപ്പോഴാണ് വന്നത്? പ്രതികരണത്തിലേക്ക് പ്രബോധനമാണ് കൂടുതൽ വന്നിട്ട്. തുടക്കം മുതൽക്ക് തന്നെ പ്രബോധനത്തിലാണ് പ്രതികരണങ്ങൾ കൂടുതൽ വന്നത്. എൻ്റെ കത്തുകൾ, പ്രതികരണങ്ങൾ ഇങ്ങനെ പ്രബോധനത്തിൽ ധാരാളം വന്നിട്ട്. അല്ല, റഹ്മാൻ മാഷ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കത്തുകൾ എഴുതണം എന്ന് തോന്നി തുടങ്ങിയതും ഏത് വിഷയത്തിലാണ് ആദ്യമായി എഴുതിയതും? പത്രങ്ങളിലൊക്കെ വരുന്ന ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പ്രതികരിക്കുന്നത് കൊണ്ട് എഴുതുന്നു എന്നേ ഉള്ളൂ. ഏത് വിഷയമാണ് കൂടുതൽ പ്രതികരിക്കാൻ എടുക്കാറുള്ളത്? പ്രത്യേകിച്ച് ഇസ്ലാമിനെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ ലേഖനങ്ങളും കുറിപ്പുകളും വരുമ്പോൾ അതിനെ പ്രതികരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ട്. അതാണ് അധികം അങ്ങനെ വരുന്നത്. അപ്പോൾ സാധാരണ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, റഹ്മാൻ മധുരക്കുഴി എന്ന പേരിൽ വരുന്ന പ്രതികരണങ്ങൾ വസ്തുതകളും ഡാറ്റകളും കൃത്യമായിട്ട് ചേർത്തുകൊണ്ടാണ് പ്രതികരിക്കാറുള്ളത്. അതെ അതെ അതെ. അതിന് ഞാൻ സ്വീകരിച്ച മാർഗം, പത്രങ്ങളിൽ വരുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നോട്ട് ബുക്സുകൾ, അതിൽ പത്രങ്ങൾ വന്നത് ഞാൻ കുറിച്ച് വയ്ക്കും. ചിലപ്പോൾ പത്ര കട്ടിങ്ങുകൾ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ആവശ്യമായി വരുമ്പോൾ അതെടുത്തെടുത്തിട്ട് ലേഖനങ്ങളിൽ പ്രതികരണങ്ങൾ കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഡാറ്റ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ചില പുസ്തകങ്ങളുടെ കോട്ടിംഗ് ആയിരിക്കും, അതേപോലെ തന്നെ ചില പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ കോട്ടിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്താലെല്ലാം വിരൽത്തുമ്പിൽ മാറിയല്ലോ. അതെ അതെ. ഇപ്പോൾ കഴിഞ്ഞിടത്തോളൊക്കെ മൊബൈലിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയാണ്. അല്ലാതെ പത്രങ്ങളിൽ അധികമായിട്ട് എന്നാൽ പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണ് ഇപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഈ പ്രതികരണങ്ങൾ എഴുതി പത്രാധിപന്മാരുമായിട്ടൊരു ബന്ധം സൂക്ഷിച്ചിട്ടുണ്ടാവും. അത്തരം ഓർമ്മകൾ എന്താ ഉള്ളത്? അത് നമ്മളെ കാര്യമായിട്ടുള്ളത് നമ്മുടെ പ്രബോധനത്തിൽ പിന്നെ എല്ലാവരുമായും, തുടക്കം മുതൽക്കുള്ള എല്ലാ പത്രാധിപന്മാരുമായിട്ടും എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ചന്ദ്രകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CK താനൂര്, റഹീം മേച്ചേരി, ഇങ്ങനെയുള്ള പത്രാധിപന്മാരെ പറ്റി നല്ല ബന്ധങ്ങളായി ഉണ്ടായിരുന്നത്. അധികവും ഞാനങ്ങനെ പത്ര ഓഫീസുകളൊന്നും അധികം പോകാറില്ല. ഇങ്ങനെ എഴുതി അയക്കാറാണ്. മേച്ചേരിയിലെന്ന് പലപ്പോഴും ലേഖനങ്ങൾ അയക്കാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെ ഞാൻ അയക്കാറുണ്ട്. അങ്ങനെ പത്രാധിപന്മാർ പ്രതികരണങ്ങൾ എഴുതി അയക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടോ? അത് റഹീം മേച്ചേരി ചെയ്തിരുന്നു. അങ്ങനെ മറ്റെല്ലാവരും ഞാൻ അയക്കുന്ന 90%, 95% തന്നെ അവർ പ്രതികരിക്കാറുണ്ട്. ആവശ്യപ്പെട്ടത് റഹീം മേച്ചേരി ആയിരുന്നു, ചന്ദ്രകയിലെ അയക്കാൻ വേണ്ടി. നിങ്ങളുടെ വായനയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ആ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നത്? വായനയിൽ ഇപ്പോൾ ചന്ദ്രിക, പ്രബോധനം, തൃശ്ശൂർ എന്നാണ് തോന്നുന്നത് ഇപ്പോൾ പുറപ്പെടുന്ന ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞ ഒരു മാസിക ഉണ്ടായിരുന്നു. നമ്മുടെ TV മുഹമ്മദ് അലി സാഹിബ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ മൂപ്പര് എന്നെ പത്താധിപ സമിതി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധമായി എന്നെ പത്താശമ്പതിൽ ചേർത്തു. പക്ഷേ ഞാനിവിടുന്ന് എഴുതി അയക്കും എന്നല്ലാതെ അതിലൊരുപാട് ലേഖനങ്ങൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകൾക്കും യുക്തിവാദികൾക്കും നേരെ ഒരുപാട് ലേഖനങ്ങൾ കാര്യമായിട്ട്. അതിൽ ലക്ഷ്യം തന്നെ അതായിരുന്നു, ഇസ്ലാം വിമർശകർക്ക് മറുപടി പറയാൻ വേണ്ടി. അതാണ് ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്കുപ്പി എന്നുള്ള എൻ്റെ പേര് തന്നെ. അതൊരുപാട് എഴുതിയിരുന്നു. മാഷ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? ആരൊക്കെയുള്ളത്? ഉമ്മയും ബാപ്പയൊക്കെ നേരത്തെ മരിച്ചുപോയി. ഇപ്പോൾ ബാപ്പയ്ക്ക് എന്തായിരുന്നു? ബാപ്പ ഒരു കർഷകനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. പിന്നെ സഹോദരന്മാര്, മൂത്ത സഹോദരി അവർ മരിച്ചുപോയി. പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ മധുരക്കുഴി ഉണ്ണിയൻ ഹാജി എന്ന് പറയും. അത് ഇവിടുത്തെ 2 മഹലിലെയും പള്ളിയുടെ പ്രസിഡൻ്റാണ്, മുസ്ലിം ലീഗിൻ്റെ ആളാണ്. പിന്നെ ചെറിയ ജ്യേഷ്ഠൻ കോൺഗ്രസിൻ്റെ കാലിക്കൽ DCC പ്രസിഡൻ്റായിരുന്ന ആളാണ്, അഡ്വക്കേറ്റ് M വീരാൻകുട്ടി.
അതിനു മുമ്പ് മൂപ്പർ ISO ചെയർമാനായിരുന്നു. PSPയുടെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അതാണ് ISO, അതിന് ചെയർമാനായിരുന്നു. പിന്നീട് മൂപ്പർ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സുഖമില്ല വേണ്ടത്ര. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ പഠിച്ചിരുന്നത് ഇവിടെ എൻ്റെ അറിവിൻ്റെ ആദ്യക്ഷരങ്ങൾ പകർന്ന് ലഭിച്ചത് എടവണ്ണപ്പാറ അടുത്തുള്ള ചാലിയപ്പുറം UP സ്കൂളായിരുന്നു. UP അല്ല, ഞാൻ പഠിക്കുന്നത് LP ആയിരുന്നു. പിന്നീട് UP ആയി, ഇപ്പോൾ ഹൈസ്കൂളായി മാറി. അതാണ് എൻ്റെ ഒന്നാമത്തെ വിദ്യാലയം. അതിനുശേഷം പിന്നെ വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. ശേഷം പിന്നെ ഫാറൂഖ് കോളേജിൽ, അതൊരു വർഷമേ ഞാൻ അവിടെ പോയി പഠിച്ചിട്ടുള്ളൂ. പ്രീ ഡിഗ്രി ഇല്ലല്ലോ? അന്ന് പ്രീ ഡിഗ്രി ഇല്ല, PUC, പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, അതാണ് PUC. അത് എത്ര വർഷത്തെ കോഴ്സായിരുന്നു? ഒറ്റ ഒരു വർഷം. അത് എല്ലാം കൂടിയാണ്, പിന്നെ ബോട്ടണി, കെമിസ്ട്രി, മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടിയുള്ള ഒരു പാഠ്യപദ്ധതിയായിരുന്നു അത്. അപ്പോൾ അവിടെ എത്ര വർഷം പഠിച്ചു ഫറൂഖ് കോളേജ്? ഒരു വർഷം, ഓൺലി 1 ഇയർ. അതിനുശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഈ TTCക്ക് അപ്ലൈ ചെയ്തു, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അങ്ങനെ അത് ഗവൺമെൻറ് സെലക്ഷൻ കിട്ടിയപ്പോൾ അത് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു താല്പര്യം വന്നു. അതിനിടയ്ക്ക് എനിക്കൊരു കോപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് വന്നിരുന്നു. കലക്ടറേറ്റിലാണ് തോന്നുന്നുണ്ട്, കോപ്പിസ്റ്റ്. അത് ഞാൻ ട്രെയിനിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹർജി കൊടുത്തു. പക്ഷെ അവർ എക്സ്റ്റെൻഡ് ചെയ്തില്ല. അത് ഇന്ന് ചെയ്യുകയാണെങ്കിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഞാൻ പിന്നെ വിട്ടേച്ചു. TTC പഠനത്തിന് ശേഷം ആദ്യമായി ജോലി ചെയ്തത് ഇവിടെ കാരമൂല, മൊക്കം അടുത്തുള്ള കാരമൂല ആസാദ് മെമ്മോറിയൽ UP സ്കൂളിൽ ഒരു 7 മാസം. അത് എൻ്റെ തന്നെ അടുത്ത ബന്ധത്തിലുള്ള ഒരു കുഞ്ഞാലി ഹാജി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ സ്കൂളായിരുന്നു. അവിടെയായിരുന്നു ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് ഗവൺമെൻറ് സെലക്ഷൻ കിട്ടി. അത് പിന്നെ GLP സ്കൂൾ കുനിയിൽ, അത് നമ്മുടെ പെങ്ങളെ വിവാഹം ചെയ്ത് കൊടുത്ത സ്ഥലമായിരുന്നു. അവിടെ ഞാൻ 5-6 മാസം നിന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിന് ഏതാണ്ട് അടുത്തുള്ള ചീക്കോട് UP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. അപ്പോൾ 2 വർഷം അവിടെയായിരുന്നു. അതിനുശേഷം കൂടുതലെടുത്ത സ്ഥലം എന്ന നിലയ്ക്ക് എടവണ്ണപ്പാറ ചാലിയപ്പുറ സ്കൂളിലേക്ക് മാറി, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക്. അവിടെ ഞാനൊരു 25-26 വർഷത്തോളം അധ്യാപകനായി, ഇംഗ്ലീഷ് അധ്യാപകനായിട്ടായിരുന്നു അവിടെ ഉണ്ടായത്. വിരമിച്ചത് പണക്കരപ്പുറ GLP സ്കൂൾ. കുടുംബം ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നുമില്ല. ഇപ്പം ഇതിൽ കേസരി വരെ നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുന്നുണ്ട്. മാത്രമല്ല കേസരിയിൽ എഴുതുന്ന സാധനങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു മറുപടിയും തരാറുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചതിന് മറു പ്രതികരണം എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും സംഭവിച്ചിട്ടുണ്ടോ? അതിൽ മാധ്യമത്തിൽ 1-2 ആൾ വന്നിട്ട് പ്രബോധനത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രകാരനാണ്, അയാളെ പേര് ഞാൻ മറന്നുപോയി. മാധ്യമത്തിലും പ്രബോധനത്തിലും അപൂർവമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രതികരണം എഴുതുന്ന സമയത്ത് ആരെങ്കിലും പേഴ്സണലായിട്ട് ബന്ധപ്പെടാറുണ്ടോ? പ്രശംസിച്ചുകൊണ്ട് പലരും വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ തന്നെ ബന്ധപ്പെടാറുണ്ട്, ഫോണിലൂടെ ലേഖനങ്ങൾ വരുമ്പോഴും മറ്റുമൊക്കെ. അങ്ങനെയൊക്കെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രതികരണങ്ങൾ എഴുതി തുടങ്ങി, പിന്നീട് ചില ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, അതേപോലെ കവിതകളിലേക്കും പാട്ടുകളിലേക്കും നിങ്ങൾ വന്നിട്ടുണ്ട്. എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? 3 പുസ്തകങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് വചനം ബുക്സാണ്. അത് നമ്മളെ കാലിക പ്രസക്തി, ഞാൻ പലപ്പോഴും പത്രങ്ങളിലും വീക്കിലികളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങളിൽ കാലിക പ്രസക്തിയുള്ളത് തിരഞ്ഞെടുത്തിട്ട് ഒരു 10-30ഓളം ലേഖനങ്ങൾ വചനം ബുക്സ് സെലക്ട് ചെയ്തിട്ട് പ്രതികരണങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചതാണ് ആദ്യത്തെ പുസ്തകം. അടുത്ത പുസ്തകം കവിതകളാണ്. അത് 3 വിഭാഗത്തിലുള്ള കവിതകൾ: പ്രാചീന കവിതകൾ, ആധുനിക കവിതകൾ, കുട്ടിക്കവിതകൾ. ഇങ്ങനെ 3 വിഭാഗത്തിലുള്ള കവിതകൾ. സ്നേഹവിലാപങ്ങൾ എന്ന പേരിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നമ്മളെ PK ഗോപി സാറിൻ്റെ നല്ലൊരു അവതാരിക ഉണ്ട് അതിൽ. അത് ലിപിയാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് നമ്മുടെ ദിവംഗതനായ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഇപ്പോൾ അടുത്ത് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുടുംബം എന്ന ശീർഷകത്തിലുള്ള ഒരു ചെറിയ പുസ്തകമാണ്. അത് IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ് പ്രസിദ്ധീകരിച്ചത്. വ്യത്യസ്ത മേഖലകളിലുള്ള സംഗതികൾ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട സംഗതിയാണോ, അതല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങളാണോ കൂടുതൽ ഇടപെടാറുള്ളത്? ആനുകാലിക വിഷയങ്ങളിലും ഇടപെടാറുണ്ട്, ഇസ്ലാമിക വിഷയം രണ്ടും ചെയ്യാറുണ്ട്. റഹ്മാൻ മധുരക്കുഴി ഒരു TTC അധ്യാപകനായിരിക്കെ തന്നെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ എങ്ങനെയാണ്? മദ്രസ, പള്ളി ദർസ് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടോ? പള്ളി ദർസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എങ്കിലും വാഴക്കാട് ദാറുൽ അറബിക് കോളേജ്, അവിടെ ദർസിൽ പോയിരുന്നു കുറച്ചു കാലം. എന്നായിരുന്നു അധ്യാപകന്? ബീരാൻ മുസ്ലിയാർ, മറ്റൊന്ന് അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ. നമ്മളെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇല്ലേ, പ്രസിദ്ധനായ, അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് കണ്ണിയത്ത് അബ്ദുറഹിമാൻ മുസ്ലിയാർ. അദ്ദേഹം നമ്മുടെ അധ്യാപകനായിരുന്നു. മതവിജ്ഞാനികളിൽ അങ്ങനെ അഗാധമായിട്ടുള്ള അഗാധമായ പാണ്ഡിത്യമൊന്നുമില്ല. ഞാനിങ്ങനെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുടെ ഒരു ദിവസം വായനയുമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും? വായനയുമായുള്ള ജീവിതം അവസാനിക്കാന്ന് പറഞ്ഞാൽ പത്രം നിത്യം വായിക്കും. എത്ര പത്രങ്ങൾ വായിക്കും?
ഞാനൊരു 5-8 പത്രങ്ങൾ വായിക്കാം. ഇവിടെ എടണപ്പാറയിലെ മാധവൻ നായർ സ്മാരക വായനശാല എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വായനശാല ഉണ്ട്. എറണാകുളം താലൂക്കിലെ 2ാമത്തെ ഏറ്റവും നല്ല വായനശാല എന്ന നിലക്ക് അറിയപ്പെടുന്ന ഒരു വായനശാലയാണ്. അവിടെ ഏതാണ്ട് ഒരു 8-10 പത്രങ്ങളുണ്ട്. അതിൽ മിക്കവാറും 5-8 എണ്ണെങ്കിലും ചുരുങ്ങിയത് ഞാൻ വായിക്കാറ്. അപ്പോൾ പലതും വായിക്കുമ്പോഴാണ് എനിക്ക് ചില കുറിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടും. വായിക്കാൻ പോകുമ്പം തന്നെ കയ്യിൽ കുറിച്ച് വെക്കാനുള്ള പേപ്പറും പേനയും ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ കുറവാണ്. ഇപ്പം ഞാൻ മൊബൈലിലാണ് ഫോട്ടോ എടുക്കലാണ്. നേരത്തെ പിന്നെ പേനയും കടലാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എനിക്കൊരു ഒരു ചാരിറ്റി സംഘടനയുണ്ട്, ആശ്വാസം എന്നുള്ള പേരിൽ. അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ നമ്മളവിടുത്തെ മസ്ജിദുൽ ഹുദ എറണാകുളപ്പാറ പള്ളിയുണ്ട്, ആ പള്ളിയുടെയും ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമയം പോരായികേ എനിക്കുള്ളൂ. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ വിശാലമായി മറ്റെല്ലാ രംഗങ്ങളും ഉണ്ട്. പൊതുപ്രവർത്തനം ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം കാര്യമായിട്ട് ഒരു 8-10 വർഷം ഞാൻ മാധ്യമത്തിൻ്റെ ലേഖനായിരുന്നു ഇവിടെ എറണാകുളം. പിന്നെ അത് ഒഴിവാക്കി. ഇപ്പം നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ്? ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ്. മുസ്ലിംകളെ ജനസംഖ്യ വർദ്ധിക്കുന്നു, ഹിന്ദുക്കളത് കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയ ചുരുപ്പ് ഷീട്ടുമായി രംഗത്ത് വന്നല്ലോ. അത് സംബന്ധമായിട്ട് കുറേ ഡാറ്റകൾ എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. കണക്കുകളും തെളിവുകളൊക്കെ എൻ്റെ അടുത്ത് കുറേ നേരത്തെ ഞാൻ വായിച്ചതും കുറിച്ച് വെച്ചതും പുതുതായി കിട്ടിയതൊക്കെ ഉണ്ട്. അത് ലേഖനമായിട്ടാണ് അതൊരു ലേഖനം. അല്ലെങ്കിൽ അത് പ്രതികരണമാണോ ലേഖനമാണോ തീരുമാനിക്കേണ്ട പത്രക്കാരാണ്. ഞാൻ എഴുതി അയക്കും. മാപ്പിളപ്പാട്ടുകളും എഴുതാറുണ്ട്, കവിതകൾ പാട്ടുകളായി ഒന്ന് റെക്കോർഡ് ചെയ്തിരുന്നു. നമ്മൾ അമീൻ പൊന്നാട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ഭരിക്കും നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. മാഷ് ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപകനായിട്ടുണ്ട്. ഏകദേശം 30 വർഷത്തിലധികം അധ്യാപന ജീവിതത്തിലുണ്ടാവും. 33 വർഷം. അപ്പോൾ ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉണ്ടാവും. അങ്ങനെ പ്രഗത്ഭരായാലോ മറക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അതൊരു എടുത്തു പറയാവുന്നത് നമ്മുടെ മുഹമ്മദ് അലി ശിഹാബ് IAS ഇപ്പോൾ കൊഹീമയിലെ കലക്ടറായിരുന്നല്ലോ. അത് നമ്മളെ ഒരു പ്രമുഖനായ ഒരു ശിഷ്യനാണ്. പിന്നെ ഇവിടെ പ്രാദേശികമായി പറഞ്ഞാൽ നിങ്ങളറിയാൻ മതി, ജബ്ബാർ ഹാജി എന്ന് കേട്ടിട്ടുണ്ടാവുന്നത്. ലീഗിൻ്റെ ഒരു വലിയ നേതാവായി വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ. അതുപോലെ അദ്ദേഹം ഇവിടെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രധാന പ്രവർത്തകനാണ്. അദ്ദേഹം നമ്മുടെ ഒരു ശിഷ്യനാണ്. കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ അബ്ദുൽ ഗഫൂർ മപ്രം. കുറേ SIമാരായിട്ടുള്ള റിട്ടയർ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് നമ്മളെ ശിഷ്യന്മാരായിട്ട്. ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താ പറയാനുള്ളത്? ഉമ്മ ക്യാൻസർ ബാധിതയായി മരിച്ചു പോയതാണ്. അപ്പം നമ്മൾ വല്ലാണ്ട് രണ്ടുപേരും അങ്ങനെ സംഭവിച്ചു. ബാപ്പയും ഉമ്മയും രണ്ടുപേരും ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. അത് വല്ലാണ്ട് ഷോക്ക് ചലങ്ങേറ്റം വേദന ഉണ്ടാകും, സ്വാഭാവികമാണല്ലോ. നമ്മുടെ മാവൂർ ഗോളിയറൻസിന്റെ ആ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ടായിരുന്നേ. സന്ദർഭത്തിലായിക്കൂടെ ഇല്ല, അത് പറയാൻ പറ്റില്ല. കുറേ വർഷങ്ങളായില്ല. ഇപ്പൊ പൊതുവെ ഉണ്ടല്ലോ പലയിടത്തും. സ്കൂൾ ജീവിതത്തിന് ശേഷം ഏതെങ്കിലും പത്രസ്ഥാപനങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം നിങ്ങൾ ജോലി തേടുകയോ അല്ലെങ്കിൽ ആരും ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നോ? ഇല്ല. അധ്യാപകനായിരിക്കെ തന്നെയാണ് ഒരിക്കൽ നമ്മൾ ദിവംഗതനായ ബഹുമാന്യരായ TK അബ്ദുള്ള സാഹിബും സിദ്ദീഖ് ഹസൻ സാഹിബും എന്നെ അവിടേക്ക് ഓഫീസിലേക്ക് ക്ഷണിച്ചു. മാധ്യമത്തിലേക്കോ അതോ പ്രബോധനം? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് പ്രബോധനത്തിലെ സ്റ്റാഫ് ആയിക്കൂടെ എന്ന് ചോദിച്ചു എന്നോട്. അതിൻ്റെ വരായികളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നിങ്ങളങ്ങനെ ക്ഷണിക്കാൻ കാരണം നിങ്ങൾ ഈ പ്രബോധനത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന കുറിപ്പുകളും ലേഖനങ്ങളുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് അനുകൂലമായ മറുപടിയല്ല കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും തനിച്ചേ ഉള്ളൂ, മക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഓഫീസിൽ ജോലി ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് സ്നേഹപൂർവ്വം നേസിക്കാൻ ചെയ്തിട്ടില്ല. ഏകദേശം എത്ര പ്രതികരണങ്ങൾ എഴുതിയിട്ടുണ്ടാവും? അതിപ്പോൾ അതൊരു കുറച്ചൊന്നും ആയിരിക്കില്ലല്ലോ പറയാൻ. ഇങ്ങനെ നിങ്ങൾ എഴുതി തുടങ്ങിയ കാലത്ത് എല്ലാ ആഴ്ചകളിൽ 1 എന്നുള്ള രീതിയിൽ വരാറുണ്ടായിരുന്നു? ആഴ്ചകളിൽ അതേപോലെ തന്നെ ചിലപ്പോൾ ആഴ്ച ഇടയ്ക്കിടയ്ക്ക് തുടർച്ചയായിട്ട് വരും. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരിക. അങ്ങനെ ഒരേ ദിവസം തന്നെ വ്യത്യസ്ത പത്രങ്ങളിൽ
അങ്ങനെ ചിലതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരാറുണ്ട്. അത് ഒരു പത്രത്തിൽ എഴുതുന്ന വിഷയമല്ലല്ലോ മറ്റു പത്രത്തിൽ എഴുതുക. അല്ല, ഓരോ പത്രത്തിൽ എഴുതി കോപ്പി വേറെ പത്രം അയച്ചു കൊടുക്കും, അപ്പോൾ രണ്ടും വരും. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് ഒരേ പ്രതികരണം തന്നെ വ്യത്യസ്ത പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പ്രതികരണങ്ങൾ എഴുതിയതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ ആ പ്രതികരണം എഴുതിയത് കൊണ്ട് കാര്യമുണ്ടായി എന്ന് തോന്നിയ രീതിയിലുള്ള എഴുത്തുകൾ ഏതാണ്? ഒന്നത് ഈ നിർബന്ധ മാറ്റം വാങ്ങിയിട്ടുള്ള ലേഖനം വന്നെയാണ്. അതിന് കുറേ തെറ്റിദ്ധാരണകളുള്ള വിഷയമാണത്. അതിന് ഞാൻ കുറേ ഗാന്ധിയുടെയും പലരുടെയും ഉദ്ധരണികൾക്ക് ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങളുണ്ട്. അത് വായിച്ചപ്പോൾ ചില ആളുകൾ വളരെ നന്നായി ഒരു കാഴ്ചപ്പാട് കിട്ടി, നമുക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. അതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന തലക്കെട്ടിൽ ഞാൻ ഒന്നുണ്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ ആ ലേഖനങ്ങൾ വായിച്ചപ്പോൾ ചില മുസ്ലിം സഹോദരന്മാർ ഇതൊക്കെ ശരിയാണോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. കലാനാഥൻ മൂപ്പർക്ക് ഞാൻ 2-3 മറുപടി എഴുതിയിട്ടുണ്ട്. അതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതായത് യുക്തിരേഖ മാസിക തന്നെ മൂപ്പർ ഒന്നുണ്ട് ലേഖനങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു. അതിന് പല മറുപടി ഉണ്ടാവും. അതേമാതിരി തന്നെ കേസരിയും അതേപോലെ യുക്തിരേഖ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ എഴുതി കൊടുക്കുന്ന കുറിപ്പിന് അതേ ലക്കത്തിൽ തന്നെ അതിന് മറുപടി ചെയ്തുകൊണ്ടാണ്. അപ്പൊ കലാനാഥനൊക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നോ? ഇങ്ങനെ ഇതിലൂടെ ഒരിക്കലും അദ്ദേഹം നമ്മൾ കൊണ്ടുവന്നിരുന്നു. ഇവിടെ എവിടെ അറിയാം, പണിക്കരപ്പായിൽ ഒരു പരിപാടിക്ക് വേണ്ടി. അന്ന് സി അബ്ദുറഹിം കേട്ടിട്ടുണ്ടോ? സി അബ്ദുൽ ഖാദർ മുതൽ കേട്ടിട്ടുണ്ടോ? മൂപ്പര് ഒരു നാടനാണല്ലോ. ആ സമയത്ത് നല്ല തർക്കശാസ്ത്രമൊക്കെ ശരിക്ക് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ശരിക്ക് അടിപതറാതെ മറുപടി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ പരിപാടിയിൽ മൂപ്പര് വിഷയം അവതരിപ്പിച്ചു. അതായത് കലാനാഥൻ വിഷയം അവതരിപ്പിച്ചു. അതിന് നല്ലൊരു മറുപടി മൂപ്പര് നന്നായി കൊടുത്തു നമ്മൾ സി. അതിൽ ഇയാൾ നല്ലോണം ഫീൽ ചെയ്തു ഇയാൾക്ക്. അങ്ങനെ അയാൾ പോകാൻ പുറപ്പെട്ടു പരിപാടി കഴിയാനും. അപ്പോൾ അത് ശരിയാണല്ലോ കലാനാഥായ ഞങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ കേട്ടില്ലേ, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേന്ന് വെച്ചാൽ മറുപടി കേൾക്കേണ്ട വെച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് എനിക്കൊരു ചാൻസ് കൂടി തരികയാണ് ഞാൻ അവിടെ നിൽക്കാൻ, അത് കൊടുക്കാൻ അത് തരാമെന്ന് വെച്ചില്ലല്ലോ പറഞ്ഞു. അത് സംഘാടകരാണ്, അവരായിരിക്കും ലാസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ മൂപ്പര് പോയി കളഞ്ഞു. റഹ്മാൻ മധുരക്കുഴി മാഷ് എഴുത്തും വായനയുമായിട്ട് ശിഷ്ടജീവിതം കഴിക്കുന്നു. അതോടൊപ്പം തന്നെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് ഇപ്പോഴും ഈ പ്രായത്തിലും ചുറുചുറുക്കോടുകൂടി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പുതുതലമുറക്ക് റഹ്മാൻ മധുരക്കുഴി എന്ന് പറഞ്ഞ മാഷിനെ കുറിച്ച് അത്ര അറിയാൻ സാധിക്കില്ല. എന്നാൽ പത്രമാധ്യമങ്ങൾ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റഹ്മാൻ മധുരക്കുഴി എന്ന് പറഞ്ഞ പേര് എപ്പോഴും അവരുടെ നാവൻ തുമ്പിലുണ്ടാവും. ആ വ്യക്തി ആരാണെന്ന് അത്ര അറിയില്ലെങ്കിൽ ആ മനുഷ്യനാണ് ഇപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. മാഷിന് ഇത്രയും നേരം എൻ്റെ കൂടെ സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. സന്തോഷം, വളരെ സന്തോഷം.